ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിന്റെ പരിപൂർണ ചുമതല പരേഡ് കമാൻഡറായ MSP അസിസ്റ്റന്റ് കമാൻഡന്റ് ശ്രീ ബാബു പി അവർ ഏറ്റെടുത്തിരിക്കുന്നു. ശ്രീ ബാബു പി, അസിസ്റ്റന്റ് കമാൻഡന്റ് MSP, 1993 MSPയിൽ സേവനം ആരംഭിച്ചു. ശ്രീ ഗംഗാധരൻ നായരുടെയും ശ്രീമതി പി കുഞ്ഞിക്കുട്ടി അമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹത്തിന് 32 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനുള്ളിൽ ഒട്ടേറെ തവണ സത്സേവന പത്രങ്ങളും മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദന പത്രങ്ങളും ലഭിച്ചിട്ടുണ്ട്. 2010 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും 2025 ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതിക്കും അർഹനാകാൻ ശ്രീ ബാബു പി അവർക്ക് സാധിച്ചു. മലപ്പുറത്ത് നടന്ന സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് ദിന പരേഡുകളിൽ സെക്കൻഡ് ഇൻ കമാൻഡായും തിരുവനന്തപുരത്ത് വെച്ച് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ MSP പെട്ടോളിനെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2022 നാഷണൽ പോലീസ് മെമ്മോറിയൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന പരേഡിൽ കേരള പോലീസിനെ പ്രതിനിധീകരിച്ച് പരേഡ് കമാൻഡറായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ബാബു പി അവർ 2025 ഫീൽഡ് മാർഷൽ മനേക് ഷാ പരേഡ് ഗ്രൗണ്ട് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന എക്സ്ചേഞ്ച് പരേഡിൽ കേരള പോലീസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം നിലവിൽ MSP അസിസ്റ്റന്റ് കമാൻഡന്റ് ട്രെയിനിങ് ഔട്ട്ഡോറായി പ്രവർത്തിയെടുത്തു വരുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശ്രീ R വിശ്വനാഥ് IPS അവർ ഡയസിൽ എത്തിച്ചേരുകയും പരേഡ് അദ്ദേഹത്തിന് ഉപചാരം അർപ്പിക്കുകയും ചെയ്യുന്നു. അവർ ഡയസിലേക്ക് ചേർന്ന് പരേഡിൽ നിന്നും അഭിവാദ്യം സ്വീകരിക്കുന്നു. IAS അവർ ഡയസിലേക്ക് ചേരുകയും പരേഡ് അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. സമരമാർഗമാക്കി മാറ്റിയ മഹാത്മജിയും
കോടതി മുറിയിലേക്ക് ബോംബെറിഞ്ഞ് നെഞ്ചുറപ്പോടെ തോക്കുമരക്കയറിലേക്ക് നടന്നു കയറിയ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും, ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയും, ചന്ദ്രശേഖർ ആസാദും, മൗലാന അബുൽ കലാം ആസാദും, നേതാജി സുഭാഷ് ചന്ദ്രബോസും, സരോജിനി നായിഡുവും, ആനി ബസന്റും, അക്കാമ ചെറിയാനും, അങ്ങനെ 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 എണ്ണിയാലൊടുങ്ങാത്ത ധീര നായകരും പേരും മുഖവും ഒരു പുസ്തകത്തിലും അടയാളപ്പെടുത്തപ്പെടാതെ പോയ മറ്റനേകം സ്വാതന്ത്ര്യ സമര പോരാളികളും നമ്മിൽ കൊളുത്തിയ സ്വാതന്ത്ര്യത്തിന്റെ തീജ്വാലയെ കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി ഭാരതം സ്വാതന്ത്ര്യം നേടിയതിന്റെ ആവേശപൂർണമായ ഓർമ്മ പുതുക്കലുകളാണ് ഓരോ ഓഗസ്റ്റ് 15-ഉം. രാജ്യമെങ്കും ത്രിവർണ പതാക വാനോളം ഉയർന്നു പൊങ്ങുമ്പോൾ ഭാഷയുടെയും വേഷത്തിന്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തും. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്കായി നമ്മൾ വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും. പോർമുഖങ്ങളിൽ സന്ധി ചെയ്യാനും സമരസപ്പെടാനും തയ്യാറാവാതെ ജീവിതത്തെ നിരന്തര സമരമാക്കി മാറ്റിയ പോരാളികൾ ചരിത്രത്തിന്റെ താളുകളിൽ തിളങ്ങി നിൽക്കും. സ്വാതന്ത്ര്യത്തിന്റെ 78ാം വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ന് 2025 ഓഗസ്റ്റ് 15-ന് രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. പരേഡിന്റെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകൾ ഡാസിൽ എത്തിച്ചേരുകയും പരേഡിൽ നിന്ന് ഉപചാരം അർപ്പിക്കുകയും ചെയ്യുന്നതാണ്. തുടർന്ന് വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു. ദേശീയ പതാക ഉയർത്തിയാൽ ബാൻഡ് ദേശീയ ഗാനം വായിച്ചുകൊണ്ട് പരേഡ് ഉപചാരം അർപ്പിക്കുന്ന സമയത്ത് യൂണിഫോമിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ് എന്നറിയിക്കുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു. ഇപ്പോൾ പരേഡ് കമാൻഡർ വിശിഷ്ടാതിഥിക്ക് റിപ്പോർട്ട് ചെയ്യുകയും വിശിഷ്ടാതിഥി പരേഡ് കമാൻഡറുടെ അനുമതിയോടുകൂടി തുറന്ന വാഹനത്തിൽ പരേഡ് പരിശോധിക്കുന്നതിനായി പുറപ്പെടുകയും ചെയ്യുന്നു.